ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് പുഴുങ്ങിയതാണ്. അതിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് കീറിയത്, 2 സബോള, പിന്നെ കരിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്ര ഐറ്റംസ് വെച്ച് നമുക്ക് ചിക്കൻ പുഴുങ്ങാം. ബീഫ് പുഴുങ്ങാം, ചിക്കൻ തമ്മിച്ച് വരുന്നത്. ബീഫ് പുഴുങ്ങുക, എപ്പോഴും ചിക്കനാണ് പുഴുങ്ങാറ്. ഇന്ന് വെറൈറ്റി ആയിട്ട് ബീഫ് പുഴുങ്ങാന്ന് വെച്ചു. സാധാരണ മസാല ഇട്ടാൽ പുഴുങ്ങാറ്, വേവിക്കാറ്. ഇന്നിപ്പം ഒരു ചേഞ്ചിന് വേണ്ടി അങ്ങ് മസാലയൊന്നും ഇല്ലാതെ നോക്കാം. സത്യം പറഞ്ഞാൽ മസാല ഇല്ലാതെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബീഫിന് കറക്റ്റ് രുചിയും, ചിക്കനാണെങ്കിൽ ചിക്കന് കറക്റ്റ് രുചിയും കിട്ടത്തുള്ളൂ കേട്ടോ. ഇതൊന്നും എല്ലാം ട്രൈ ചെയ്ത് നോക്കണം, ബെസ്റ്റായിട്ടാണ്. പെട്ടെന്ന് വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റിയൊരു സിമ്പിൾ റെസിപ്പി. ഞാനതിപ്പം എല്ലാം കൂടിയാണ്ട് ഇട്ട് മിക്സ് ചെയ്യുവാണ് ഐറ്റംസ്. അതായത് നമ്മുടെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, കരിവേപ്പില, പിന്നെ സവാള 2 ഞാൻ ഇട്ടേക്കുന്നത്. പച്ചമുളക് ഒരു 8-9 ഇട്ടിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് ചെയ്യാൻ കേട്ടോ. പിന്നെ കരിവേപ്പില, വെളിച്ചെണ്ണ, ഉപ്പ്. ഇത് ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യണം കേട്ടോ. കൈ വെച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ ഉപ്പും അതിൻ്റെയും ബാക്കി എസൻസൊക്കെ അതിൽ പിടിക്കത്തുള്ളൂ. കാരണം നമ്മൾ വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കാത്തതുകൊണ്ട് പച്ചമുളകൊക്കെ നല്ലതായിട്ട് പിടിക്കണം. നല്ലതായിട്ട് വേവുമ്പോൾ കുറച്ചുകൂടി അത് അതിലോട്ട് പിടിച്ചോളും. ഇപ്പം നന്നായിട്ട് ഞാനത് മിക്സ് ചെയ്തിട്ടുണ്ടേ കേട്ടോ. മിക്സ് ചെയ്തപ്പം ഇതാണ് മിക്സ് ചെയ്ത ഐറ്റം. ഇനി നമുക്കിത് കുക്കർ വെച്ച് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ഇത് ഇൻഡക്ഷന് വെക്കുന്ന കുക്കറാണ്. ഇതിന് അടിഭാഗം ഇൻഡക്ഷൻ ബേസ് ആയതുകൊണ്ട് ഞാൻ ഇൻഡക്ഷനിലാണ് വെക്കുന്നത്. ഇൻഡക്ഷന് 1800 ഉണ്ട് മോഡ് വരുന്നത്. പക്ഷേ 1000-ലല്ല, 800-ലിട്ടാണ് വേവിക്കുന്നത്. ഞാൻ സാധാരണ ഒരു 10-11 വിസിലേലും ബീഫിന് പോകും. കാരണം നല്ല വേവുകയില്ല, നല്ലതായിട്ട് വേണം. ഇത് ഞങ്ങളുടെ അടുക്കള വാതിലാണ്. അത് വേകുന്ന സമയത്ത് ഇവിടെ നോക്കി നിൽക്കുകയാണ് എൻ്റെ പണി. അത് കോവലും കുമ്പളാണ് കയറ്റി വെച്ചത്. കോവലിൽ പൂ ഉണ്ടായിട്ടുണ്ട്, അച്ഛൻ മിക്സ് ചെയ്തതാണ്. നമ്മുടെ കുക്കർ ഫസ്റ്റ് വിസിൽ പോയി. നമുക്ക് വെയിറ്റ് ചെയ്യാം കുക്കറിലെ വിസിൽ പോകുന്നത്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ എണ്ണയുടെയും എല്ലാം കൂടി മണം വരുന്നുണ്ട്. അങ്ങനെ വിസിലൊക്കെ പോയിട്ടുണ്ട്. 8-9 വിസിൽ പോയി കേട്ടോ. ഞാനത് കട്ട് ചെയ്തായിരുന്നേ. നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. വേവ് നോക്കണം കേട്ടോ, വെന്തില്ല ഒന്നുകൂടി വേവിക്കണം കേട്ടോ. ആവിയൊക്കെ പോയി. പച്ചമുളക് നല്ലതായിട്ട് ആയിട്ടുണ്ട്, സവാളയും ബീഫ് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് പെട്ടെന്ന് ബീഫ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഡൈറ്റാണ്. കാരണം വേറെ എക്സ്ട്രാ ചേരുവകളൊന്നും വേണ്ട, നമ്മളിൽ ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിതിപ്പോൾ സ്ഥിരമായിട്ട് വെക്കുന്ന ഇത് ബീഫും ചിക്കനും സ്ഥിരമായിട്ട് ഇതുപോലെ വേവിക്കുന്ന പിള്ളേർക്കാണല്ലോ വേവിച്ച് ചെയ്യുമ്പോൾ ഇഷ്ടമാണ്, രുചിയുണ്ടല്ലോ, അതുകൊണ്ട് അവരും കഴിക്കും. നമ്മുടെ ഫൈനൽ ഐറ്റം റെഡിയാണ്, ബീഫ് പുഴുങ്ങിയത്.